ഇന്ന് നമുക്ക് ക്യൂട്ടും എസ്തെറ്റിക്കും ആയിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ? ഇത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബുക്ക് മാർക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതുപോലൊരു വൈറ്റ് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ടെക്സ്ചർ പേപ്പർ, നമുക്ക് പെയിൻറ്റിങ് പേപ്പറോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനെ ഇതുപോലൊരു ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്തെടുത്തോണ്ടാട്ടോ കാണിക്കട്ടെ. ഈ പെൻസിലിൽ വരച്ചേക്കുന്നുണ്ടോ, അതിൻ്റെ നടുക്കുള്ള ആ ഷേപ്പിലുള്ളത് നമുക്ക് കട്ട് ചെയ്ത് പുറത്ത് മാറ്റണം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്ന കുഴപ്പമില്ലല്ലേ? എനിക്കിത് ഈ സാധനം ഇങ്ങനെ കണ്ടിട്ടൊരു തൃപ്തിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ സൈഡ് ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് നോക്കാമെന്ന്. ഒന്ന് ചെറുതായിട്ട് വളച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഷേപ്പൊന്നും വേണ്ട. ഞാനിവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രം അത് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിൽ ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള ഏതൊരു സാധനം വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ ഭാവനയിലനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞാലുള്ള അടുത്ത പണി നമുക്കിതിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം നമുക്ക്. കാരണം ഇതിന് ലാസ്റ്റ് ഒരു ടാഗ് അറ്റാച്ച് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കയ്യിലൊരു ഹോൾ പഞ്ചിങ് മെഷീൻ ഉള്ളതുകൊണ്ട് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ടാഗ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഡയറി എടുക്കാൻ കാരണം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഡയറിക്കകത്താണ്. നമ്മുടെ ഉണങ്ങിയ ഈ ഇലയും പൂക്കളും ഒക്കെ ഞാനിങ്ങനെയാണ് സൂക്ഷിച്ചേക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെറിയ കാട്ടുചെടികളും അതിൻ്റെ ഇലയൊക്കെ ഇല്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരുന്നത്, നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്ന ഒരു ഉണങ്ങിയ ഇല വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും നമ്മുടെ ലൈവായിട്ടുള്ള ഇലയോ പൂക്കളോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ എൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക ചെയ്ത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പടം പോലെയാണ്. സൂക്ഷിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് ശരിക്കും നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ പിന്നെ എപ്പോഴേലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ബുക്ക് മാർക്കും കൂടെ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ്. നമുക്ക് രണ്ട് സൈഡും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഈ ലീവ്സും ഫ്ലവേഴ്സൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന കുറച്ച് അത്യാവശ്യം വലിയ സെല്ലോ ടേപ്പാണ്. പക്ഷെ ഞാൻ എടുത്ത ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് കുറച്ചധികം വലുതായതുകൊണ്ടും എനിക്കിത് 2 തവണ ഒട്ടിച്ചാലേ നേരെ ആകത്തുള്ളൂ. അപ്പം അതൊന്ന് ഇച്ചിരി മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ആദ്യം നല്ലോണം എയർ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഫില്ല് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിതിൻ്റെ നടുക്കിലേക്ക് നമുക്ക് ഈ ലീവ്സൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പപ്പടം പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാൻ കുറച്ചധികം പാടാണ്. അപ്പം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പ്ലേസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഞാനിപ്പോൾ ഇത് എൻ്റെ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ എനിക്കും ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം നമ്മൾ ഈ ഇലയും പൂക്കളൊക്കെ വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഈ എയർ ഫില്ലാവും. അപ്പം നമ്മളത് നേരെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഈ എയർ കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു അഭംഗിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് പഴയ സെല്ലോ ടേപ്പ് ആണോ എന്ന് അറിയത്തില്ല, കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഒരു അരക്ക് പോലെ ഇരിക്കത്തില്ല, നമ്മുടെ എന്താ പറയുന്നത്, ഒരു സ്മൂത്തായിട്ടുള്ളൊരു സെല്ലോ ടേപ്പ് അല്ലായിരുന്നു അത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പാടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതൊക്കെ വയ്ക്കുന്ന സമയത്ത് എൻ്റെ ഫിംഗർ പ്രിൻറ്റും അതിൽ വന്നുണ്ട്. നിങ്ങൾക്ക് വയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ സാധനം യൂസ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാം. നമ്മുടെ കൈ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. അപ്പോൾ പിക്കറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഫിംഗർ പ്രിൻ്റൊന്നും അതിലാകത്തില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു വൈറ്റ് ഫ്ലവർ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും സെല്ലോ ടേപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ എയർ ഗ്യാപ്പ് ഒരു ഭാഗത്ത് ആക്കി നന്നായിട്ട് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ഭാഗത്ത് വീണ്ടും ഒട്ടിക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ ഇടയിലുള്ള എയർ ഗ്യാപ്പ് കളഞ്ഞില്ലെങ്കിൽ അത് സത്യമായിട്ടും ഒരു രസം ഉണ്ടാകത്തില്ല കാണാൻ. ഞാനിവിടെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് അതിൻ്റെ എയറൊക്കെ അകത്ത് കളഞ്ഞിട്ടുണ്ട് സെല്ലോ ടേപ്പിൻ്റെ ഇടയ്ക്കുള്ളത്. പിന്നെ ഈ റിംഗ് ലൈറ്റിൻ്റെ ഷെയ്ഡ് അടിക്കുമ്പോൾ ഇത് ഒത്തിരി ഷൈനി ആയിട്ട് തോന്നും. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ശരിക്കും നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ നമുക്കിതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലേസ് എന്തെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്യണം. ഞാനിവിടെ ഇപ്പോൾ ജൂട്ടിൻ്റെ ഒരു നൂലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ റൗണ്ടിൻ്റെ അകത്തൂടെ കയറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നുള്ളതേ ഉള്ളൂ.
പിന്നെ ഞാൻ ആ സെലോ ടേപ്പിൻ്റെ മണ്ടയിൽ കൂടെ വീണ്ടും ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.